ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇന്ന് കുറച്ച് കാര്യമായിട്ട് പോകണം. എ ആണ് ആൻസർ. അപ്പോൾ അതിൽ വലിയ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രിയാമ്പിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പ്രിയാമ്പിളിനെ പറ്റി UPSC ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമ്പിളിനെ പറ്റിയിട്ട് നിങ്ങൾ ഇതുവരെയുള്ള PYQs എല്ലാം എടുത്തു വെച്ച് പഠിച്ചാൽ മാത്രം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിയാമ്പിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 2025 വന്നാൽ ചെയ്യാം. കാരണം ചോദിക്കാവുന്ന എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിയാമ്പിളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിയാമ്പിൾ ജസ്റ്റിഫയബിൾ ആണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അല്ലേ പ്രിയാമ്പിൾ പാർട്ടാണോ? പ്രിയാമ്പിൾ പാർട്ടാണ്. ഓക്കെ പിന്നെ അതിനെന്താണ്, അതൊരു നെയ്തർ എ സോഴ്സ് നോർ എ, ഇതൊക്കെ നമ്മുടെ ലക്ഷ്മികാന്തിൽ അതുപോലെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ UPSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിയാമ്പിളിൽ നിന്ന് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് അതിലെ കീവേഡ്സ് ഉണ്ടല്ലോ, ആ കീവേഡ്സ് ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചോണം. ഓക്കെ, ആർക്കെങ്കിലും തെറ്റിയോ, ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കൈവക്കാം കേട്ടോ. നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് എന്താണ്, എന്തുകൊണ്ട് തെറ്റിയെന്ന് പറയാം. എന്തുകൊണ്ടാണ് തെറ്റിയതെന്ന് പറയാമോ? ഏത് സ്റ്റേറ്റ്മെന്റിലാ ശ്രദ്ധിച്ചില്ല? ഏത് സ്റ്റേറ്റ്മെന്റാ ശ്രദ്ധിക്കാനേ? ഓക്കെ, അതാണോ തെറ്റിച്ചേ? ഓക്കെ അത് ഞാൻ പറയാൻ പറഞ്ഞു. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പം ആദ്യമേ, ഇപ്പം ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ. അത് എന്തിനാന്ന് വെച്ചാൽ UPSCയിൽ നമ്മൾ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ ഇൻകറക്റ്റ് നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഒരു 2 ക്വസ്റ്റ്യൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കുറയുന്നത് 5.22. ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ നിങ്ങൾ 0.66 കുറയുമെന്നല്ല കരുതേണ്ടത്. 2.66 ആണ് ഔട്ട് ഓഫ് 200-ൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക്. അത് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ നമുക്ക് കിട്ടേണ്ട 2 മാർക്ക് കൂടെ എന്ത് ചെയ്യാണ്, അവിടെ പോവുകയാണ്. ഓക്കെ, സോ ഇൻകറക്റ്റ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ തെറ്റിയത്? ആൻസർ തെറ്റിയവർക്ക് ആണോ? ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, പ്രിയാമ്പിൾ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദ പീപ്പിൾ. അറിയാമല്ലോ, വി ദ പീപ്പിൾ എന്ന് തന്നെയാണ് അത് പറയുന്നത്. നെയ്തർ എ സോഴ്സ് നോർ എ പ്രൊഹിബിഷൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ഇറ്റ്സ് ക്ലിയർലി റിട്ടൺ ദെയർ. ജസ്റ്റിസിയബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പ്രിയാമ്പിൾ അതുപോലെ DPSP ജസ്റ്റിസിയബിൾ ആണോ? അല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്തോണം. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി ആ കീ വായിച്ചാൽ കൂടുതൽ കാര്യം മനസ്സിലാവും. ഇൻകറക്റ്റ് ശ്രദ്ധിച്ചോണം. അടുത്ത എക്സാം തൊട്ട് ഇൻകറക്റ്റ് ആദ്യമേ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ഒന്ന് റൗണ്ട് ചെയ്തേക്കണം കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. ഓക്കെ ശരി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് വേണ്ട എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം എന്ന് എപ്പോഴും മനസ്സിലാക്കണം. ഇന്ത്യയിൽ പാർലമെന്ററി സോവറിനിറ്റി ആണോ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി ആണോ? കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി, വിച്ച് മീൻസ് പോപ്പുലർ സോവറിനിറ്റി is there. Okay, then we the people of India not justiciable. Okay, next one. Second question ആൻസർ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വേണ്ട ഐഡിയ എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 2 എന്താ പറയുന്നത്? അതായത് പുതിയ സ്റ്റേറ്റിന്റെ കാര്യം പറയുന്നത്. ഈ പറയുന്ന ഏത് ആർട്ടിക്കിളാ? ആർട്ടിക്കിൾ 3. അപ്പോൾ ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ 3യെ പറ്റി നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കറക്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആർട്ടിക്കിൾ 3യിലാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ എന്ത് ചെയ്യുന്നത്, റീഓർഗനൈസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും തെറ്റിയോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. ആരൊക്കെ ശരിയായിട്ട് എടുത്തത്? ഓക്കെ, എന്ത് പറ്റി? ശ്രദ്ധിച്ചില്ല. അപ്പോൾ കണ്ടോ, അപ്പോൾ നിങ്ങൾ ആ ശ്രദ്ധിക്കാത്ത കാര്യത്തിനാണ് അവിടെ റൗണ്ട് ചെയ്യേണ്ടത്. ഇത് തന്നെയായിരിക്കും നമുക്ക് എക്സാമിന് സംഭവിക്കുക കേട്ടോ. ഇതാണ് നമ്മളുടെ ഈ സെഷന്റെ ഉദ്ദേശം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നമ്മൾ നോളജ് അല്ല, നിങ്ങൾ എവിടെയാണ് ചിന്തിച്ചപ്പോൾ തെറ്റ് പറ്റിയെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർട്ടിക്കിൾ 2 അറിയാത്തവരല്ലല്ലോ, ആർട്ടിക്കിൾ 3 അറിയാത്തവരല്ലല്ലോ. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 2 ശ്രദ്ധിച്ചില്ല. പാർലമെന്റിന് ഇങ്ങനെ ഒരു പവർ ഉണ്ടോ എന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ചിന്തിച്ചത് അല്ലേ? എന്നോ? ഓക്കെ, അപ്പം നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. UPSC അടുത്ത സമയത്തായിട്ട് ആർട്ടിക്കിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. റിലവൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളെ ചോദിക്കുകയുള്ളൂ, ചുമ്മാ ചോദിക്കൂല. ഓക്കെ, സോ ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ 3 ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയും തെറ്റരുതേ. ഇപ്പം തെറ്റി ഇനിയും തെറ്റരുത്. അതാണ് അടുത്ത ടെസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇതേ സെയിം തെറ്റ് എനിക്ക് പറ്റിയെന്ന് അടുത്ത ടെസ്റ്റിൽ പറയരുത്. ഇപ്പം ഇൻകറക്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് എടുത്തവർ ഇനി അടുത്ത ടെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഓരോ ടെസ്റ്റിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് മിസ്റ്റേക്ക് ബോധ്യപ്പെടും. ഓക്കെ, ചിലവർക്ക് അത് പ്രശ്നമില്ല. അപ്പം നിങ്ങൾ ഓക്കെ, ഇത് പ്രശ്നം ആർട്ടിക്കിൾ 2 ശ്രദ്ധിക്കാത്തവർ അടുത്ത ടെസ്റ്റ് തൊട്ട് നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്തോണം, ഒബ്സർവ് ചെയ്തോണം, അല്ലെങ്കിൽ എക്സാം ഹോളിൽ തെറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓൾവേസ് റിമെമ്പർ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ആർക്കെങ്കിലും? ബൈൻഡിങ് ആണോ? അതായത് നമ്മൾ എപ്പോഴും ആലോചിക്കുക, സ്റ്റേറ്റിന്റെ എന്ത് ചോദിക്കാറുണ്ട്, അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷെ ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ 3 നിങ്ങൾ പഠിക്കുന്നത് എന്താ, അവിടെ ഏറ്റവും പവർ ആർക്കാ? ആ ഒരു ആർട്ടിക്കിൾസ് ഒക്കെ വരുമ്പോഴത്തേക്കും സെന്ററിനാണ്. ഓക്കെ, സ്റ്റേറ്റിന്റെ അഭിപ്രായം ചോദിക്കാം, സ്റ്റേറ്റിന്റെ അഭിപ്രായം പറയാം. പക്ഷേ സ്റ്റേറ്റ് പറയുന്ന അഭിപ്രായം എന്തല്ല, ബൈൻഡിങ് അല്ല. അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ് പറയുന്നത് സെന്ററിന് ബൈൻഡിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യയിൽ? ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് എന്താ, ബൈൻഡിങ് ആണോ ബൈൻഡിങ് അല്ലയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചാൽ മതി. നോർമൽ കേസിൽ ഒന്നും ബൈൻഡിങ് അല്ല. കാരണം എന്താ, ഇൻ ഇന്ത്യ വി ഹാവ് എ സ്ട്രോങ് സെന്റർ.
ആ ഒരൊറ്റ പോയിന്റിലാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ ഡൗട്ട് വരുവാണെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? തെറ്റിയോ? ഇല്ല. നോട്ട് ബൈൻഡിങ്, ആര് ബൈൻഡിങ് എന്ന് എടുത്തവരുണ്ടോ ആരെങ്കിലും? ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നെക്സ്റ്റ് വൺ. സോ വാട്ട് ഈസ് സെയിങ്? ഇന്ത്യ ഈസ് റൈറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ. ദാറ്റ് ഈസ് കറക്റ്റ്. ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ആണ് അല്ലേ? ആരൊക്കെ തെറ്റിച്ചു ശ്രദ്ധിക്കാതെ? ശ്രദ്ധിച്ചില്ല? ഓക്കെ. അപ്പം ഇത് ഇനി ചെയ്യേണ്ട പരിപാടി എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ തെറ്റ് വരുന്നൊരു കീവേഡ്സ് റൗണ്ട് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമേ ക്വസ്റ്റിന്റെ ആൻസർ ശരിയാവണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് കീവേഡ്സ് റൗണ്ട് ചെയ്യണം. ആ സ്റ്റേറ്റ്മെന്റിലെ കീവേഡ് എന്താ? ഇന്ത്യ ഈസ് റൈറ്റ്ലി ഒന്നുമല്ല, ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് റീഓർഗനൈസ് ചെയ്യാൻ പറ്റുമോ? ഒരു സ്റ്റേറ്റിനെ മുറിച്ച് 2 സ്റ്റേറ്റ് ആക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് പോസിബിൾ? നോ. അപ്പൊ അങ്ങനെയുള്ളൊരു ക്ലാരിറ്റി അവിടെ ഉണ്ടെങ്കിൽ ആൻസർ ശരിയാക്കാം. സെയിം കറക്റ്റ് ആണ്. ആൻസർ എന്താണ്? ഡി ആണ്. 2 ഡി. ഡി അല്ലേ? ശരി. നെക്സ്റ്റ് വൺ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സിറ്റിസൺഷിപ്പിനെ പറ്റി UPSC അത്ര ഒത്തിരി അങ്ങ് ചോദിച്ചിട്ടൊന്നുമില്ല UPSC PYQs. ഓക്കെ, പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്? അത് നഷ്ടപ്പെട്ടു പോകരുത്. ഓക്കെ, അതൊക്കെ പഠിക്കാനുള്ള വഴിയാണ് ഇതൊക്കെ തന്നെ. എന്ത്? ദിസ് ടെസ്റ്റ് സീരീസ്. ഓക്കെ, ഈ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്തില്ലേ നമ്മളിങ്ങനെ കുറച്ച് ഏരിയാസ് ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാൻ വി ആർ തിങ്കിങ് ദാറ്റ് എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ഏരിയ എവിടെയാണ് നമുക്ക് വീക്കായിട്ടുള്ളത്, നമ്മൾ എവിടെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് ഒരു നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ശരിയാണോ തെറ്റായിരുന്നോ? തെറ്റാണ് അല്ലേ? അതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നത്തിങ്. ഇന്ത്യയിൽ ഇപ്പോൾ കേരള സിറ്റിസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ബട്ട് ഇൻ അമേരിക്ക ഇറ്റ്സ് ദെയർ. അമേരിക്കയിൽ എന്താണ്? USA എന്താണ്? സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പും ഉണ്ട്, സെൻട്രൽ സിറ്റിസൺഷിപ്പും ഉണ്ട്. ഓക്കെ, ബട്ട് ഇന്ത്യയിൽ നമുക്ക് എന്താ ഒരു ഡ്യുവൽ പൊളിറ്റി ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഈസ് ദെയർ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ദെയർ, ബട്ട് വി ഡോണ്ട് ഹാവ് എന്താണ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. അത് ആർക്കെങ്കിലും തെറ്റിയോ? ഇല്ല. ശരി. പിന്നെ ദിസ് വൺ, ഈ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ പൊളിറ്റിയെ പറ്റിയിട്ട് UPSC ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് അവർ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ഇലാബറേറ്റ് ആൻഡ് പെർമനന്റ് പ്രൊവിഷൻസ് ഇൻ സിറ്റിസൺഷിപ്പ്. ആരൊക്കെ കരുതി അത് ശരിയായിരിക്കും എന്ന്? അവിടെ ചോദിച്ചിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓക്കെ. ഇലാബറേറ്റ് ആൻഡ് പെർമനന്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുന്നതിനെ പറ്റിയിട്ടും സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നതിനെ പറ്റിയിട്ടും ഒക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? പറയണം. അങ്ങനെ പറയുന്നുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഇല്ല. ഓക്കെ, അതാണ് നമ്മുടെ നോളജ് സൈഡ്. ഇനി നിങ്ങൾക്കൊരു അപ്രോച്ച് അവിടെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇലാബറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇറ്റ്സ് റോങ്. ഓക്കെ, അത് അതിൻ്റെ അപ്രോച്ച് സൈഡാണ്. നോളജ് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അപ്രോച്ചിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഒരിക്കലും അപ്രോച്ച് മാത്രമായിട്ട് UPSC ഹോളിൽ ചെല്ലരുത്. പണി കിട്ടിയെന്ന് ചോദിച്ചാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ശരി, ക്ലിയർ. അപ്പം നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഈ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത് എന്താണ്? സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട് 1955 ആക്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ വേസ് യു അക്വയർ ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ലൈക്ക് ബൈ ബർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ നഷ്ടപ്പെടും? ഓക്കെ, ഹൗ ടു ലോസ് യുവർ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്ക് വേണം. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ വേണം. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? തെറ്റാണെന്ന് പറയാൻ പറ്റും. തേർഡ് വൺ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരേ ഒരു സിറ്റിസണേ ഉള്ളൂ. ഏതാ? അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ, കാരണം ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് എന്ത് പറയുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ്സ് എ പാർലമെന്റ് എന്ത്? ടു ഐഡന്റിഫൈ അല്ലെങ്കിൽ ടു മേക്ക് സ്പെസിഫിക് ലോസ് ഇൻ ദിസ് റിഗാർഡ്. മനസ്സിലായോ? അതിന്റെ ഭാഗമായിട്ടാണ് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് വരുന്നതും അത് പിന്നീട് പലതവണയായിട്ട് അമെൻഡ് ചെയ്യുന്നതും. മനസ്സിലായോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓതറൈസസ് ദ പാർലമെന്റ് ടു മേക്ക് ലോസ് റിഗാർഡിംഗ് സിറ്റിസൺഷിപ്പ്. ഓക്കെ, സോ അപ്പോൾ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് അതോറിറ്റി ആർക്കാണ്? പാർലമെന്റിനാണ്. സ്റ്റേറ്റിന് അവിടെ ഒരു റോളും ഇല്ല. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. 2019 അമെൻമെന്റ് ആക്ട് ഒക്കെ ഒന്ന് ആലോചിച്ചോണം. അവിടെ സ്റ്റേറ്റിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? സ്റ്റേറ്റിന് റെസൊല്യൂഷൻസ് ഒക്കെ പാസ്സാക്കാം, ബട്ട് ഇറ്റ് ഈസ് അപ് ടു ദ സെന്റർ, കംപ്ലീറ്റ്ലി അപ് ടു ദ സെന്റർ. ഓക്കെ, അപ്പോൾ സിറ്റിസൺഷിപ്പ് ഈസ് എ യൂണിയൻ ലിസ്റ്റ് സബ്ജക്ട് ഓർ സ്റ്റേറ്റ് ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ്. ഓക്കെ,
വൈ? ബിക്കോസ് ഇന്ത്യയിൽ എന്താണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനെ ചിന്തിക്കേണ്ടത്. ഓക്കെ, ശരി. നോ പേഴ്സൺ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നോ പേഴ്സൺ ഷാൾ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. ഓക്കെ, അത് ശരിയോ തെറ്റോ? ശരിയാണ്. അങ്ങനെ ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ? ആ 4th സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ എല്ലാവരും. ആ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണോ പറയുന്നത് അതോ സിറ്റിസൺഷിപ്പ് ആക്ടിലാണോ പറയുന്നത്? സിറ്റിസൺഷിപ്പ് ആക്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതും ചെയ്യുക. ആൻസർ എന്താണ്? ബോട്ട്, ബി. 3 and 4. തെറ്റ് പറ്റിയിട്ടുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് തെറ്റിയെന്ന് പറയാം. അതൊക്കെ പറയണം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്. അതൊക്കെ പറ്റും. അതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ട ബുദ്ധി. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഷുവർ ആയിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയല്ല, അത് പറ്റില്ല. ഓക്കെ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ എന്നിട്ട് നേരെ 3 and 4 പോവാം. സി ഓക്കെ അത് ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, എക്സാം ഹോളിൽ ചെയ്തോ. ഓക്കെ, ഇവിടെ ചെയ്യരുത്. ഓക്കെ, ഇവിടെ എല്ലാം വായിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. അതെന്താ സംഭവം എന്നറിയാം? ചില സമയത്ത് നമ്മൾ ഇപ്പൊ ഇതിലൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ അതങ്ങ് ശരിയാണെന്ന് കരുതും. നമ്മുടെ മൈൻഡിൽ അതങ്ങ് ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷെ അത് യഥാർത്ഥത്തിൽ ചില സമയത്ത് തെറ്റായിരിക്കും. എന്നിട്ട് നമ്മൾ ബാക്കി സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യില്ല? വായിക്കില്ല. പക്ഷെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് 100% ഉറപ്പുമായിരിക്കും തെറ്റാണെന്ന്. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ. നമ്മളുടെ മൈൻഡിൽ നമ്മൾ പോലും അറിയുന്നില്ലല്ലോ, നമ്മളിങ്ങനെ ഫിക്സ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇത് ശരിയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ തെറ്റായിരിക്കും. നമ്മളുടെ ശരികൾ എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. ഇല്ലല്ലോ. എന്നിട്ട് നമ്മൾ ബാക്കി വായിക്കില്ല. ഓക്കെ, ബാക്കി വായിച്ചു വരുമ്പോഴായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതും തെറ്റാണല്ലോ, അപ്പൊ അതും തെറ്റാവാൻ സാധ്യത. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? UPSC തോട്ട് പ്രോസസ്സ് കിട്ടിയോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ തെറ്റാണ്? ഓക്കെ, ബാക്കിയല്ല അതെല്ലാം അത് കളഞ്ഞാൽ ബാക്കി ആൻസർ കിട്ടിയെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ട് പോവരുത്. ഓക്കെ, ചിലപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു ട്രാപ്പ് ഉണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ അറിയാണ്ടിരിക്കും. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അതിനകത്ത്. ഓക്കെ, അപ്പോഴായിരിക്കും 3rd സ്റ്റേറ്റ്മെന്റ് കാണുന്നത്. ആ 3rd സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എന്താണ്? നമുക്ക് 100% ഷുവറാണ് ഇത് ഒരിക്കലും ശരിയല്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കും 1ഉം 3ഉം കൂടെ എന്തായാലും രണ്ടും കൂടെ ഒരുമിച്ച് തെറ്റില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റിനെ പറ്റി ഒന്നുകൂടെ ചിന്തിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയോ? എവിടെയെങ്കിലും ഒന്ന് തെറ്റിക്കണം ഇങ്ങനെ, അപ്പോഴേ ശരിയാവുള്ളത്. ഓക്കെ, ഇങ്ങനെ ആലോചിച്ച് ഇപ്പൊ 3, 4 കിട്ടിയല്ലോ, എവിടെയെങ്കിലും ഒരിടത്ത് തെറ്റിക്കുക ഇനി വരുന്ന എക്സാമിന്. ഓക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അതല്ല, തെറ്റിച്ചാലേ ശരിയാവുള്ളൂ, അതുകൊണ്ടായി പറയുന്നത്. ഓക്കെ, ശരി. 4th one, ഈ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ കൂടുതലായിട്ട് ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് എൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ സംഭവം ഉണ്ടെന്നറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഉറപ്പാണ് തെറ്റാണെന്ന്. കാരണം എന്താ? ഇന്ത്യയിൽ സിറ്റിസൺ അല്ലാത്ത ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതായത് തെറ്റായിട്ടാണോ എടുത്തേ? ആണല്ലോ. ഇനി അത് ശരിയാണെന്ന് ആരെങ്കിലും ഓവർ തിങ്ക് ചെയ്തോ? ഓവർസീസ് ആണ്. ഓക്കെ, സിറ്റിസൺസ് ആണല്ലോ, ഓവർസീസ് ആണല്ലോ, അവർ സിറ്റിസൺ ആണല്ലോ, അപ്പൊ അവർക്ക് വോട്ടവകാശം കൊടുത്തുകൂടെ എന്നൊക്കെ ചിന്തിച്ചോ? ചിന്തിച്ചല്ലേ? കുറച്ച് പോയിട്ട് വേണ്ടെന്ന് വെച്ചല്ലേ? ശരി. ഇനി അടുത്ത് നോക്കി. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ നോളജിനെ വിശ്വസിക്കേണ്ടത്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019, വാട്ട്സ് ഇറ്റ് ഓൾ അബൌട്ട്? അത് നിങ്ങൾ എല്ലാവരും കുറച്ച് പത്രമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. 2019 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഭയങ്കര ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലെ ഒരു ടോപ്പിക് അല്ലായിരുന്നു. സോ വൈ? അതെന്തായിരുന്നു? ആൻഡ് സംതിങ് റിലേറ്റഡ് ടു റിലീജിയസ് ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. അതിനകത്ത് ഓവർസീസ് സിറ്റിസൺസിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി എപ്പോഴും ഓർക്കുക, നമ്മൾ ചില ടോപ്പിക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫോർ എക്സാമ്പിൾ, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019. അപ്പൊ നമ്മൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒരു സാധനം സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 ചോദിച്ചിരിക്കുന്നു. ഓക്കെ, യു ഹാവ് ടു ട്രസ്റ്റ് യുവർ നോളജ്. എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു ടോപ്പിക്കിനകത്ത് വേറെ എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കണം അവിടെ? ഇത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ് നന്നായിട്ട്. ഓക്കെ, ഞാൻ പഠിച്ചപ്പോഴൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല, അതിനകത്ത് പറഞ്ഞിട്ടില്ല. വിച്ച് മീൻസ് വാട്ട്? ഇത് അതിന്റെ പ്രൊവിഷൻ അല്ല. ഞാൻ പറഞ്ഞതിന്റെ ഐഡിയ കിട്ടിയോ? തോട്ട് എന്താന്ന് കിട്ടിയോ? നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ, ആ ഒരു വിശ്വാസം വേണം. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സാധനം വന്നു, അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ശരിയാക്കാം, തെറ്റാക്കാം. നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യണമല്ലോ. നിങ്ങൾ ഗസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ടോപ്പിക്കിലൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ശരി. അതാണ് ട്രസ്റ്റ് യുവർ നോളജ് എന്ന് പറയുന്ന സാധനം. സോ വാട്ട് ഈസ് യുവർ ആൻസർ? ഡി ആണ്. ഡി അല്ലേ എല്ലാവരും ചെയ്തേ?